ഹായ് ഹലോ. ഞാൻ തെഹസീൻ എക്കണോമിക്സിന്റെ മെന്ററാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസംബറിൽ ഫസ്റ്റ് ഇയറിന്റെ എക്സാം എഴുതാൻ പോകുന്ന MA എക്കണോമിക്സിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഓൾറെഡി നിങ്ങൾ എല്ലാവരും ഇപ്പോൾ നമ്മുടെ ഹാൾ ടിക്കറ്റും കാര്യങ്ങളും എല്ലാം ഡൗൺലോഡ് ചെയ്ത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ എന്തൊക്കെയാണ് ഇനി എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്തൊക്കെ നമ്മൾ മുൻകരുതൽ എടുക്കണം, ഇനി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അതിൽ ശ്രദ്ധിക്കാനുണ്ട് എന്നുള്ളതിനെ പറ്റി ഒരു ഓവറോൾ ഐഡിയ തരിക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം. നമ്മുടെ ഇഗ്നു എക്സാംസിലോട്ട് വരുമ്പോൾ നമുക്കറിയാം അത് 3 മണിക്കൂറിന്റെ പരീക്ഷയാണ്. മാത്രമല്ല നമ്മുടെ 6 സബ്ജക്റ്റും നമുക്ക് ഫസ്റ്റ് ഇയറിൽ നമുക്ക് 2 സെമ്മിലും കൂടെ 6 കോർ കോഴ്സസ് ആണുള്ളത്. അപ്പോൾ മൊത്തം 40 ക്രെഡിറ്റ്സിലോട്ടാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് വരുന്ന എല്ലാ സബ്ജക്റ്റും 100 സ്കോർ വരുന്നത്. നമുക്ക് എക്സാം പാറ്റേൺ നമുക്ക് നോക്കുവാണെങ്കിൽ 20 മാർക്കിന്റെ എസ്എ ക്വസ്റ്റ്യൻസിന് 2 എണ്ണം ഉണ്ടായിരിക്കും. അതുപോലെ 12 മാർക്കിന്റെ 5 ഷോർട്ട് എസ്എ ക്വസ്റ്റ്യൻസ്. അങ്ങനെയാണ് നമുക്ക് എഴുതാനായിട്ട് ഉണ്ടായിരിക്കുക. അപ്പൊ 20 മാർക്കിന്റെ എസ്എ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിൽ ഒരു 4, 5, 6 പേജ് മിനിമം നമ്മൾ എഴുതിയിരിക്കണം. അത് നിർബന്ധമാണ്. 4ൽ കുറയാൻ പാടില്ല. പക്ഷെ ഒരു 5, 6ൽ മുകളിലോട്ട് പോവാൻ വേണ്ട. അത്രയും ടോപ്പിക്സ് ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം. നമ്മൾ പഠിക്കുന്ന തിയറി പേപ്പേഴ്സ് ഉണ്ട്. അപ്പൊ അതിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അറിയാമായിരിക്കുമല്ലോ. അത്രയും എസ്എ ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതകൾ അതിലുണ്ട്. അപ്പോൾ 20 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസുകളും അതുപോലെ 12 മാർക്കിന്റെ 5 ക്വസ്റ്റ്യൻസ് വീതമായിരിക്കും നമുക്കുണ്ടായിരിക്കുക. പിന്നെ നമ്മുടെ കോഴ്സിന്റെ ക്രെഡിറ്റ്സ് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് 6 കോഴ്സിലും നമുക്ക് ടോട്ടലി 2 സെമ്മിലും കൂടെ നമുക്ക് വരുന്ന ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് 40 ആണ്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യങ്ങളെന്ന് പറയുവാണെങ്കിൽ നമ്മളിപ്പോൾ എസ്എ ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതുമ്പോൾ അതിൽ പേജിന്റെ എണ്ണം എന്തായാലും മസ്റ്റ് ആണ്. കൂടാതെ വളരെ നീറ്റ് ആയിട്ട് എഴുതുക. കൂടാതെ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുത്ത് വളരെ സ്ട്രക്ചറൈസ്ഡ് ആക്കിയിട്ട് അതിന്റെ ആ ഒരു വൃത്തിയിൽ തന്നെ എഴുതിയിട്ട് പോവുക. കണ്ടന്റുകളെല്ലാം വേണം. എല്ലാ പോയിന്റ്സും വേണം. എസ്എ ക്വസ്റ്റ്യൻസിന്റെ ഒരിക്കലും നിങ്ങൾ പോയിന്റ്സ് മാത്രമായിട്ട് എഴുതി പോവരുത്. നമുക്ക് ഡിസ്ക്രിപ്റ്റീവ്സ് ആണ്. അതുകൊണ്ട് തന്നെ അത് വളരെ വിശദീകരിച്ച് വളരെ രീതിയിൽ എഴുതുക. ഒരിക്കലും ഒരു 20 മാർക്കിന്റെ എസ്സെ ആണ് ഇതിനൊരു 10 പേജ് എഴുതിയേക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എഴുതി പോകരുത്. നമുക്ക് അധികം ടൈം കളയാനും പറ്റില്ല. നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും അത്രയും ഒരു ലോങ് ആയിട്ട് പോകാൻ വേണ്ട. എന്നാൽ ഒരു 6 പേജ് മാക്സിമത്തിൽ പോയാൽ മതി. അത് കൂടുതൽ പോവണ്ട കേട്ടോ. കാരണം നമുക്ക് 12 മാർക്കിന്റെ 5 ക്വസ്റ്റ്യൻസ് വേറെ നമുക്ക് ഉണ്ടായിരിക്കും. പിന്നെ മാത്രമല്ല നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് അതിലൊരു മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. 20 ക്വസ്റ്റ്യൻസിന്റെ ആണെങ്കിൽ 700 വേർഡ്സ് എന്നും അതുപോലെ ഈ 12 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിന് 400 വേർഡ്സ് എന്നും ഓൾറെഡി മെൻഷൻ ചെയ്ത് കാണും. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം നിങ്ങൾ എഴുതുക. അപ്പോൾ ഓരോന്നും സ്ട്രക്ചറൈസ്ഡ് ചെയ്തിട്ട് പാരഗ്രാഫ് ഒക്കെ ആക്കി തിരിച്ച് നല്ലൊരു ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുത്ത് ഏറ്റവും അവസാനം നല്ലൊരു കൺക്ലൂഷൻ ഒക്കെ കൊടുത്തിട്ട് പോവാം. പിന്നെ നമുക്ക് പറയുമ്പോൾ നമുക്കൊരു ബുക്ക്ലെറ്റ് ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പൊ ആ ഒരു നമ്മൾ ഒരുപാട് പേജ് എഴുതി പോവുകയാണെങ്കിൽ നമുക്ക് ഒരൊറ്റ ബുക്ക്ലെറ്റ് ഉണ്ടാവുള്ളൂ. അതിനുള്ളിൽ നമ്മുടെ എല്ലാ ആൻസേഴ്സും നമുക്ക് എഴുതി തീർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ആ ടൈം മാനേജ്മെന്റും അതുപോലെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എഴുതി പോവുക. ക്രെഡിറ്റ്സ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അറിയുന്നുണ്ടാവും. നമുക്കറിയാം ഓരോ സബ്ജക്റ്റിനും 6 ക്രെഡിറ്റ്സ് ആയിട്ടും 8 ക്രെഡിറ്റ്സ് ആയിട്ടൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 6 ക്രെഡിറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ 30 ഹവേഴ്സ് ആണ്. അപ്പോൾ ഒരു സബ്ജക്റ്റ് 6 × 30 180 ഹവേഴ്സ് നമ്മൾ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്തിരിക്കണം എന്നാണ് ഇഗ്നോയുടെ റൂൾ പ്രകാരം പറയുന്നത്. അപ്പോൾ നിലവിൽ നമ്മൾ എല്ലാ സബ്ജക്റ്റും പഠിച്ചു കഴിഞ്ഞ് നമ്മളൊരു റിവിഷൻ എന്നുള്ള സെക്ഷനിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ആ ഒരു റിവിഷൻ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇനിയുള്ള ആ ഒരു എക്സാംസിനെ നമ്മൾ ആ ഒരു അറ്റൻഡ് ചെയ്യാനുള്ള ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ഇനി അതിലോട്ട് പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇനി നമ്മുടെ സബ്ജക്റ്റിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് MEC 101, 102 അതുപോലെ MEC 203 അതുപോലെ MEC 104, 109, 205 ആൻഡ് അത്രയും സബ്ജക്ട്സ്, അതായത് മൊത്തം 6 കോഴ്സുകളാണ് നമുക്കുള്ളത്. ഇതിൽ തന്നെ നമ്മൾ MEC 101 മൈക്രോ എക്കണോമിക്സിന് നമുക്ക് 6 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. അപ്പൊ ഈ ഒരു സബ്ജക്റ്റിൽ നോക്കുവാണെങ്കിൽ നമുക്ക് കൺസ്യൂമർ ബിഹേവിയർ, അതുപോലെ പ്രൊഡ്യൂസർ ബിഹേവിയർ, ജനറൽ ഇക്വിലിബ്രിയം, അതുപോലെ വെൽഫെയർ എക്കണോമിക്സ്, ഗെയിം തിയറി, ഇത്രയും ടോപ്പിക്സുകളായിരിക്കും നമുക്ക് അതിൽ മെയിൻ ആയിട്ട് പഠിക്കാനുണ്ടായിരിക്കുക. അപ്പൊ ഈ ഒരു ഓരോ ടോപ്പിക്സും നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കൂടുതൽ വായിച്ച് മനസ്സിലാക്കി കൺസെപ്റ്റ് ഓരോന്നും വളരെയധികം ക്ലിയർ ആയിട്ട് തന്നെ പഠിക്കുക. കൂടാതെ ഡെറിവേഷൻസ് വരുമ്പോഴും അത് എഴുതി പഠിക്കുക തന്നെ വേണം. കൂടാതെ പിന്നെ ഗ്രാഫുകൾ നമ്മൾ വരച്ച് പഠിക്കുക തന്നെ വേണം. ഒരിക്കലും അത് മനസ്സിലാക്കി പോവരുത്. ഇപ്പൊ ഒരു ടോപ്പിക്ക് വായിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് പോവാണ് ഇതാണ് ഇതിന്റെ ഗ്രാഫ് എന്ന് ചുമ്മാ നമ്മൾ നോക്കി പോകരുത്. അങ്ങോട്ടൊരു വര ഇങ്ങോട്ടൊരു ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കി പോകരുത്. നിങ്ങളത് കാണാതെ ഏതെങ്കിലും ഒരു പേപ്പറിൽ ഗ്രാഫുകൾ വരച്ച് പഠിക്കുക തന്നെ വേണം. കാരണം നമുക്ക് ഒത്തിരി ഗ്രാഫ്സ് വരുന്നുണ്ട്. ഒരിക്കലും അതിൽ കൺഫ്യൂഷൻ വരാനോ അല്ലെങ്കിൽ അത് മാറിപ്പോവാനോ ഒന്നും പാടില്ല.
എക്സാം പാറ്റേൺസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 20 മാർക്കിന്റെയും അതുപോലെ 12 മാർക്കിന്റെ 5 ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ് നമുക്ക് ഇതിലും എക്സാം പാറ്റേൺസ് ആയിട്ട് വരുന്നത്. ഇനി മാക്രോ എക്കണോമിക്സ് MSc 102 നോക്കുവാണെങ്കിൽ അതും നമുക്ക് 6 ക്രെഡിറ്റ്സ് ആണുള്ളത്. അതിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ ട്രഡീഷണൽ അപ്രോച്ചസ്, ഡിസിഷൻ മേക്കിംഗ്, ലേബർ മാർക്കറ്റ്, മോണിറ്ററി പോളിസി, ഫിസിക്കൽ പോളിസി ഇത്തരം ടോപ്പിക്സ് ആണ് നമുക്ക് അതിലും പഠിക്കാനുള്ളത്. അപ്പോൾ അതിലും ഈ പറയുന്ന പോലെ ഫസ്റ്റ് ടൈം ആദ്യം മെൻഷൻ ചെയ്യാനുള്ളത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കണം. നല്ലപോലെ വായിച്ച് ഓരോ കൺസെപ്റ്റും എന്താണ് അടുത്തൊരു ടോപ്പിക്കിലോട്ട് പോകുമ്പോൾ പരമാവധി നല്ല രീതിയിൽ എന്ത് ചെയ്യാം ഓരോ കൺസെപ്റ്റും എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് പോവാം. പിന്നെ നോക്കുന്നത് നമുക്ക് MSc 203 QT നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്. ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിന് നമുക്ക് 8 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ 8 ക്രെഡിറ്റ്സ് വരുന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം അതിൽ അത്യാവശ്യം പ്രോബ്ലമാറ്റിക് പേപ്പർ ആണ്. നല്ലപോലെ നമുക്ക് പഠിക്കാനുണ്ട്. ക്വസ്റ്റ്യൻസ് ഓരോന്നും നിങ്ങൾ ചെയ്ത് പഠിക്കുക തന്നെ വേണം. ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്ത് പഠിക്കാം. ഇപ്പൊ നമ്മള് ഈ ഒരു ക്ലാസ്സിൽ കൊടുക്കുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലംസ് ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം വേറൊരു പേപ്പർ എടുത്തിട്ട് അത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം വേറൊരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. എത്രമാത്രം നമുക്ക് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള പേപ്പേഴ്സ് എത്രമാത്രം ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ എത്രമാത്രം ടൈം മാനേജ്മെന്റും കൂടെ ഉൾപ്പെടുത്തിയിട്ട് ചെറിയൊരു ടൈം പീരീഡിനുള്ളിൽ പെട്ടെന്ന് നമുക്ക് എത്രമാത്രം കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ നമുക്ക് ക്യൂട്ടിയിൽ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സിൽ നമുക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ അൽജിബ്രാസ്, അതുപോലെ റിയൽ അനാലിസിസ്, ഒപ്റ്റിമൈസേഷൻസ്, ഡൈനാമിക്സ്, പ്രോബബിലിറ്റീസ് ഇത്രയും ടോപ്പിക്സ് ഒക്കെയാണ് നമുക്ക് അതിൽ വരുന്നത്. എല്ലാം പ്രോബ്ലമാറ്റിക്സ് ആണ്. അപ്പോൾ എക്സാം പാറ്റേൺ സെയിം തന്നെയാണ്. അപ്പോൾ അത് എന്ത് ചെയ്യുക നല്ലപോലെ എഴുതി പഠിക്കുക. ഓരോ പ്രോബ്ലംസും നമ്മൾ ചെയ്ത് പഠിക്കുക. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിലുള്ള ഓരോ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുക സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കുക. നമുക്ക് പിന്നെ വരുന്ന MSc 184 ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. നമുക്ക് 8 ക്രെഡിറ്റ്സ് ആണ് ഇതിനുള്ളത്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിൽ നോക്കുവാണെങ്കിൽ ഗ്രോത്ത് തിയറി എന്താണ്, അല്ലെങ്കിൽ ഡെവലപ്മെന്റ് തിയറി എന്താണ്, ആ ഒരു ഗ്രോത്ത് തിയറിയിലായിക്കോട്ടെ ഡെവലപ്മെന്റ് തിയറിയിലായിക്കോട്ടെ ഓരോ എക്കണോമിസ്റ്റുകളുടെയും അഭിപ്രായങ്ങൾ എന്താണ്, അതുപോലെ ഹാരോഡോമർ മോഡൽ, അതുപോലെ അതിന്റെ റിഫ്ലക്ഷൻസ് എന്താണ്, അതിന്റെ ആ ഒരു ലോസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ള ടോപ്പിക്സ് ആണ് നമുക്ക് അതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിൽ നോക്കുവാണെങ്കിൽ ഗ്രോത്തിന്റെ പാർട്ട് വരുന്ന സമയത്ത് കുറച്ച് ഡെറിവേഷൻസും കാര്യങ്ങളും ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഡെവലപ്മെന്റിന്റെ പാർട്ടിലോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ മൊത്തം തിയറി പാർട്ടായിട്ടാണ് വരുന്നത്. അപ്പൊ തിയറി പാർട്ടുകൾ മിക്കതും എന്ത് ചെയ്യുക നല്ലപോലെ വായിച്ച് കൺസെപ്റ്റ് ക്ലിയർ ആക്കി വെക്കാം. പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക ഓരോ ടോപ്പിക്കിന്റെ പോയിന്റ്സ് നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് എഴുതിയവരെന്നാണെന്നുണ്ടെങ്കിൽ പോയിന്റ്സ് എഴുതിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. MSc 109 റിസർച്ച് മെത്തഡ്സ്. റിസർച്ച് മെത്തഡ്സിൽ നോക്കുവാണെങ്കിൽ ആ ഒരു റിസർച്ച് മെത്തഡ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിന്റെ QT മെത്തേഡ്, ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് എന്താണ്, അതിന്റെ ഡാറ്റാ ബേസിക്സ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അതിൽ പഠിക്കാനുള്ളത്. അതും എക്സാം പാറ്റേൺസ് ഒക്കെ സെയിം തന്നെയാണ്. 6 ക്രെഡിറ്റ്സ് ആണ് നമുക്ക് 6 സബ്ജക്റ്റിന് വരുന്നത്. ഈ പറയുന്ന പോലെ തന്നെ കൺസെപ്റ്റ് എല്ലാം ക്ലിയർ ആക്കിക്കൊണ്ട് തന്നെ പഠിച്ചു പോവുക. നമുക്കൊരിക്കലും ഒരു കൺഫ്യൂഷൻ വരാൻ പാടില്ല. സിമിലർ ടോപ്പിക്സ് ഉണ്ടായിരിക്കാം. പക്ഷെ അതിലൊരു കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒന്നും വരാതെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക നിങ്ങൾ പഠിച്ചിട്ട് പോവുക. പിന്നെ MSc 205 ഇന്ത്യൻ എക്കോണമിക് പോളിസി.
നമുക്കതും 6 ക്രെഡിറ്റ്സ് തന്നെയാണ് വരുന്നത്. ഇന്ത്യൻ എക്കോണമിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കില് നമുക്ക് ഇന്ത്യൻ എക്കോണമിയുടെ ഡെവലപ്മെന്റ്സ് എന്താണ്? അതിന്റെ ഡെവലപ്മെന്റ് സ്ട്രാറ്റജീസ് എങ്ങനെയാണ് വരുന്നത്? മോണിറ്ററി പോളിസി, ഫിസിക്കൽ പോളിസി, ട്രേഡ് പോളിസി, അതുപോലെ മേജർ ഇഷ്യൂസ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു ഇന്ത്യൻ എക്കോണമിയിൽ നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. അപ്പൊ ഈ ഓരോ ടോപ്പിക്കും ഈ പറയുന്ന പോലെ ഇപ്പോൾ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻസ് ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യുക, വരച്ച് പഠിക്കുക, ഡെറിവേഷൻസ് എല്ലാം ചെയ്ത് പഠിക്കുക. പിന്നെ ബേസിക്കലി ഭൂരിഭാഗം ഒരു തിയറി പാർട്ട് തന്നെയാണ് വരുന്നത്. അപ്പൊ കൺസെപ്റ്റ് നല്ലപോലെ ക്ലിയർ ചെയ്യുക, എല്ലാ കണ്ടന്റും നിങ്ങൾ പഠിക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുക. എല്ലാ പോയിന്റ്സും നിങ്ങളിപ്പോൾ ഒരു ടോപ്പിക് പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു ടോപ്പിക് പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പേജ് എടുക്കുക, ആ ഒരു ടോപ്പിക്കിന്റെ പേര് എഴുതിയിട്ട് നിങ്ങൾ എന്താണോ പഠിച്ചത് അതൊന്ന് എഴുതി നോക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രമാത്രം കണ്ടന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എത്രമാത്രം നമുക്ക് ഉള്ളിലോട്ട് നമുക്ക് കയറിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇനി നമുക്ക് നമ്മുടെ സ്റ്റഡി ടിപ്സ് അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ഇനിയുള്ള സമയം വെച്ചിട്ട് നമുക്ക് എക്സാമിനോടുള്ള ആ ടൈമിൽ എങ്ങനെ നമ്മൾ അതൊരു സ്റ്റഡി പ്ലാൻ പോലെ എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. അതായത് ഇപ്പോൾ നമ്മൾ ഓൾറെഡി എല്ലാ സബ്ജക്റ്റും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞതാണ്, എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ആവശ്യം റിവിഷൻ ആണ്. റിവിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചതിനെ ഒന്ന് ഓർത്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ പലരും വർക്ക് ചെയ്യുന്നവരായിരിക്കാം, ഒത്തിരി ബിസി ലൈഫ് കൊണ്ടുപോകുന്നവരായിരിക്കാം. അപ്പൊ അതിനിടയിൽ നമുക്ക് കിട്ടുന്ന ടൈമിനെ വേണം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ കിട്ടുന്ന സമയത്തിനനുസരിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഇപ്പൊ നമുക്ക് തിയറി പേപ്പേഴ്സ് ഒക്കെ ഓൾറെഡി കവേർഡ് ആണ്, അല്ലെങ്കിൽ നല്ലപോലെ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രോബ്ലമാറ്റിക് പേപ്പേഴ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാക്രോയ്ക്കും അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് തിയറീസിനൊക്കെ എന്ത് ചെയ്യാം, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആ ഒരു റിവിഷൻ ടൈം അതിന്റെ കുറച്ച് റിവിഷൻ ടൈം എന്ത് ചെയ്യാം, കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോ ഒട്ടുമിക്ക ആളുകളും നിങ്ങൾ വർക്ക് ചെയ്യുന്നവരൊക്കെ ആയിരിക്കാം. അപ്പൊ കിട്ടുന്ന ഫ്രീ ടൈമിനെ മാക്സിമം ഉപയോഗപ്പെടുത്തുക. കിട്ടുന്ന ഫ്രീ ടൈമിനെ ഒരു ടൈം ടേബിൾ പോലെ ക്രിയേറ്റ് ചെയ്യുക. ഓരോ ദിവസം ഇന്ന ദിവസം ഞാൻ ഈ ഒരു സബ്ജക്റ്റിൽ ഇത് റിവിഷൻ ചെയ്യുന്നു, നാളെ ഞാൻ ഇതാണ് റിവിഷൻ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വെക്കുക. എല്ലാ ദിവസവും ആ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യുക. ഓരോ പാർട്ടും റിവിഷൻ ചെയ്യുക. റിവിഷൻ ചെയ്യുമ്പോൾ പഠിക്കുന്ന കണ്ടന്റിന് പുറമെ ആ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് വരച്ച് നോക്കുക, അതൊന്ന് കാണാതെ നോക്കുക. അതുപോലെ പ്രോബ്ലമാറ്റിക് പേപ്പേഴ്സ് ആണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്കതിനെ സോൾവ് ചെയ്യാം, ഒറ്റയ്ക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള രീതിയിൽ അതും നോക്കുക. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് സ്വയം ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക ആദ്യം. ഓൾറെഡി ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഓരോ യൂണിറ്റ് വൈസ് പഠിക്കുമ്പോഴും നമുക്ക് അതിൽ സെക്യൂർ പ്രോഗ്രസ് എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണെങ്കിൽ പോലും റിവിഷൻ സമയത്ത് നിങ്ങൾ അത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അതിന്റെ സ്വയം ഒന്ന് ആൻസർ ചെയ്യുക. ഒറ്റയ്ക്ക് ഒരു പേപ്പറിൽ ഒന്ന് എഴുതി നോക്കുക, നമുക്കത് കിട്ടുന്നുണ്ടോ, എത്രമാത്രം നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ എഴുതി നോക്കുക. അതിനുശേഷം മാത്രം അതിന്റെ റിയൽ ആൻസർ എടുത്തിട്ട് കറക്റ്റ് ആൻസർക്ക് എടുത്തിട്ട് നമ്മളതൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. എത്രമാത്രം ഞാൻ എഴുതിയത് കറക്റ്റ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനി എത്രമാത്രം അതിൽ എനിക്ക് മാറ്റങ്ങൾ വരുത്തണം, എത്രമാത്രം ഞാൻ അതിൽ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്നുള്ളതൊന്ന് വിലയിരുത്തുക. പിന്നെ ഗ്രാഫുകളും അതുപോലെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഒരുപാട് ഗ്രാഫുകൾ പഠിക്കുന്നുണ്ട്. ഒരിക്കലും മാറിപ്പോവാൻ ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. ഓരോ ഹെഡിങ്സ് വെച്ചിട്ട് അതിന്റെ ഗ്രാഫുകൾ കറക്റ്റ് ആയിട്ട് വരച്ച് പഠിക്കുക തന്നെ ചെയ്യുക. പിന്നെ നമുക്ക് എക്സാംസിൽ ഇപ്പോൾ നമുക്കറിയാം എക്കണോമിക്സ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ഇൻഫ്ലേഷൻ, ട്രേഡ് ഇത്തരം പല ഫിസിക്കൽ പോളിറ്റി, മോണിറ്ററി പോളിസി ഇതൊക്കെ നമുക്ക് റിയൽ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളാണ്. അപ്പോൾ കറന്റ് അഫയേഴ്സിൽ നോക്കിയിട്ട് നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക, അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുക. എത്ര നമ്മൾ ന്യൂസ് പേപ്പറൊക്കെ വായിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെ നമ്മൾ കാണുമ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇവിടെ ആപ്റ്റ് ആക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ നമുക്ക് എസ്എ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്, 12 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും നമുക്ക് വരുന്നുണ്ട്. അപ്പൊ നമ്മളത് എഴുതി പ്രാക്ടീസ് ആവുക തന്നെ വേണം. എഴുതി പ്രാക്ടീസ് ആവാന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ എസ്എ ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ഇൻട്രൊഡക്ഷന് കഴിഞ്ഞിട്ട് അതിനുശേഷം ഉള്ള ഒരു പാരഗ്രാഫ് എന്ന് പറയുന്നത് ആ ഒരു കണ്ടന്റ്, അതിന്റെ ഗ്രാഫുകൾ, അതിന്റെ എക്സാമ്പിൾസ് കാര്യങ്ങൾ എല്ലാം കൊടുത്തിട്ടായിരിക്കണം. പിന്നെ ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ. അങ്ങനെയായിരിക്കണം ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ വളരെ നീറ്റ് ആയിട്ട് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എസ്എ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇപ്പോൾ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഇപ്പോൾ മൈക്രോയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ എക്കോണമിയുടെ ഒക്കെ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ടൈം വെച്ചിട്ട് നമ്മളൊന്ന് എഴുതി നോക്കുക. എത്ര ടൈം കൊണ്ടാണ് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്. എഴുതി കഴിഞ്ഞിട്ട് ഒന്ന് റീചെക്ക് ചെയ്യുക. എത്രമാത്രം കണ്ടന്റ് എനിക്ക് അതിൽ എഴുതാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ പഠിച്ചത് മുഴുവൻ എനിക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടോ? ഞാൻ വിചാരിച്ച എല്ലാ പോയിന്റ്സും അതിൽ വന്നിട്ടുണ്ടോ? എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റീചെക്ക് ചെയ്യുക. ഒത്തിരി ടൈം ഒരിക്കലും എസ്എ ക്വസ്റ്റ്യൻസിന് എടുക്കരുത്. കാരണം നമുക്ക്
2 സെറ്റിലും ഒത്തിരി എഴുതാനുണ്ട്. 12 മാർക്കിന്റെ 5 ക്വസ്റ്റ്യൻസും നമുക്ക് എഴുതേണ്ടതായിട്ടുണ്ട്. അതുപോലെ 20 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസും നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം കൊടുക്കുന്ന ക്വസ്റ്റ്യന് തന്നെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് തന്നാലും ബാക്കിയുള്ളത് നമുക്ക് പ്രോപ്പറായിട്ട് എഴുതാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ടൈം മാനേജ്മെന്റ് വളരെ അത്യാവശ്യമാണ്. അത് നല്ലപോലെ എഴുതി പ്രാക്ടീസ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ കിട്ടുന്നുണ്ടായിരിക്കുക. പിന്നെ ഓരോ കാര്യങ്ങളും റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് അതിനായിട്ടൊരു ടൈം സ്പെൻഡ് ചെയ്യണമെന്നോ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ നമ്മള് വർക്ക് ചെയ്യുന്നിടത്ത് അല്ലെങ്കിൽ ഇപ്പൊ ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് കുറച്ചൊരു ഫ്രീ ടൈം കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് ഓർത്ത് നോക്കുക. അപ്പൊ തലേ ദിവസം നമ്മൾ കുറച്ച് ടോപ്പിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിറ്റേന്ന് അപ്പൊ നമുക്ക് വർക്ക് ചെയ്യുന്നതിനിടയിൽ ചെറിയൊരു ഫ്രീ ടൈം കിട്ടുന്നു. ചുമ്മാ ഇരിക്കുകയാണ്. നമ്മൾ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് മിക്കതും നമ്മൾ ഫോണിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന ടൈം ആയിരിക്കും. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് റിവൈസ് ചെയ്യുക. ഞാൻ എന്താണ് ഇന്നലെ രാത്രി പഠിച്ചത്? ഇന്നലെ രാത്രി പഠിച്ച ആ കൺസെപ്റ്റ് എന്താണ്? അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക് എന്താണ്? അതിന്റെ ഗ്രാഫൊക്കെ എങ്ങനെയായിരുന്നു? ഒന്ന് ഓർത്ത് നോക്കുക. ഒരു 2, 3 മിനിറ്റ് നമുക്ക് എത്രമാത്രം അങ്ങനെ കിട്ടുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് ഓരോ ടോപ്പിക്സ് ഒന്ന് ഓർത്ത് നോക്കുക. എനിക്കങ്ങനെ അപ്പൊ നമ്മൾക്കൊന്ന് സ്വയം വിലയിരുത്താൻ പറ്റും. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലുണ്ടോ? നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ നമ്മൾ എപ്പോഴും പറഞ്ഞ പോലെ എല്ലാ സബ്ജക്റ്റും ഇമ്പോർട്ടൻസ് ആണ്. ഒരു സബ്ജക്റ്റ് മാത്രമായിട്ടോ അങ്ങനെയൊന്നുമില്ല. എല്ലാ സബ്ജക്റ്റിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ എല്ലാ സബ്ജക്റ്റും പ്രാക്ടീസ് ചെയ്യുമ്പോൾ എല്ലാം ഉൾപ്പെടുത്തുക. ഒന്നിൽ മാത്രം കൂടുതൽ എനിക്ക് ഇതാണ് ടഫ് അതുകൊണ്ട് ഞാൻ ഇത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു അങ്ങനെ ആവരുത്. എല്ലാ സബ്ജക്റ്റിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. എല്ലാം നിങ്ങൾ നോക്കണം. ടൈം മാനേജ്മെന്റ് നമുക്ക് ഏറ്റവും കൂടുതൽ കീപ്പ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ പ്രാക്ടീസിലൂടെ മാത്രമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ആൻസർ എഴുതി പഠിക്കുക തന്നെ വേണം. അപ്പോഴേ നമുക്ക് ടൈം മാനേജ്മെന്റ് സെറ്റ് ആക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ പ്രസന്റേഷൻസ് ഈ പറയുന്ന പോലെ എസ്സേ ആണെങ്കിലും ഒക്കെ എഴുതുന്ന സമയത്ത് ഒന്ന് നീറ്റിൽ എഴുതാം. പിന്നെ ഈ ഒരു പാരഗ്രാഫ് ആദ്യം ഇൻട്രൊഡക്ഷൻ, പിന്നെ അതിന്റെ ഒരു ബോഡി നേരത്തെ പറഞ്ഞ പോലെ, പിന്നെ ഒരു കൺക്ലൂഷൻ. അപ്പൊ ഇതിൽ തന്നെ ഇപ്പൊ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസും അതുപോലെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. അതുപോലെ ഹെഡിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാണുന്ന വലുപ്പത്തിൽ ഒന്ന് അണ്ടർലൈൻ ഒക്കെ ചെയ്ത് പാരഗ്രാഫ് ഒക്കെ ആയിട്ട് തിരിച്ചെഴുതുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നമ്മുടെ നമ്മുടെ ആ ഒരു പ്രസന്റേഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. പിന്നെയുള്ളത് വളരെ റിലാക്സ്ഡ് ആയിട്ട് എക്സാംസ് എഴുതുക. എക്സാംസിനെ സമീപിക്കുമ്പോൾ ഒരിക്കലും വളരെ ടെൻഷൻ അടിച്ചിട്ട് എഴുതി തീരുവോ അല്ലെങ്കിൽ എന്തായിരിക്കും എങ്ങനെയായിരിക്കും അങ്ങനെയൊന്നും ടെൻഷൻ അടിക്കരുത്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസിൽ നിങ്ങൾ പോയിട്ട് എഴുതാം. അതുപോലെ എക്സാംസിന്റെ തലേ ദിവസം കൂടുതൽ ഉറക്കമൊഴിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ ടൈം വളരെ ടയേർഡ് ആയിട്ടിരിക്കുക അങ്ങനെയൊന്നും ചെയ്ത് വളരെ റിലാക്സ് ആയിട്ട് നേരത്തെ കിടന്നുറങ്ങി എക്സാമിന്റെ ആ പറഞ്ഞ സമയമാകുമ്പോഴേക്കും നമ്മൾ എക്സാം സെന്ററിൽ എത്തുക. കൂളായിട്ടിരിക്കുക. അതുപോലെ കൊണ്ടുവന്ന പെന്നൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ എഴുതുന്നത് തന്നെയല്ലേ എന്നെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക. ഇപ്പൊ നമ്മൾ പുതിയ പെന്നൊക്കെ വാങ്ങിയിട്ടായിരിക്കും പോകുന്നുണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ ഒന്ന് എഴുതി ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോവാം. നന്നായിട്ട് എഴുതുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. റിലാക്സ്ഡ് ആയിട്ട് വളരെ കാമായിട്ട് നിങ്ങൾ എക്സാം അവിടെ ഇരിക്കുക. വളരെ കൂളായിട്ട് എക്സാം സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ച ഇതുപോലെ നമ്മൾ എല്ലാ കണ്ടന്റ്സും നമ്മൾ ടെക്സ്റ്റ് ബുക്ക് കരിച്ചു പെറുക്കി വായിച്ചിട്ടുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാം നല്ല രീതിയിൽ തന്നെ എഴുതാൻ പറ്റും. അപ്പൊ ആ ഒരു കോൺഫിഡൻസിൽ തന്നെ പോവാം. പിന്നെ എക്കണോമിക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇത് ഒരു സബ്ജക്റ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ഇത് നമ്മുടെ ഒരു വേൾഡ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അതായത് നമ്മുടെ റിയാലിറ്റീസിനെയാണ് നമ്മൾ എക്കണോമിക്സിൽ പഠിക്കുന്നത്. നമ്മുടെ ചുറ്റുപാട് എന്ത് സംഭവിക്കുന്നു, നമ്മുടെ രാജ്യത്തിന് എന്ത് സംഭവിക്കുന്നു, നമ്മുടെ ഈ ഒരു വേൾഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് അതൊക്കെ നമ്മളൊരു ടേംസിലാക്കിയിട്ടാണ് നമ്മൾ എക്കണോമിക്സിൽ പഠിക്കുന്നത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിട്ട് വളരെ അടിപൊളിയായിട്ട് പഠിക്കുക. നല്ലപോലെ റിവിഷൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ സമാധാനപൂർവ്വം പഠിച്ചിട്ട് പോവുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നുവിൽ നിന്ന് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.